Hi, I am Rogers Jose, Managing Director of Alpha Academy and Genius Integrated School, Alapura. 2025 നീറ്റ് എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ട് കേരളത്തിലെ അലൈഡ് കോഴ്സുകളിലേക്ക്, അതായത് ഹോമിയോ, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, പൊല്യൂഷൻ ആൻഡ് എൻവറോൺമെന്റ് സയൻസ്, ഈ കോഴ്സുകളിലേക്ക്, ഇതുപോലെയുള്ള 13 കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള ഫൈനൽ അലോട്ട്മെന്റ്, അതായത് സ്ട്രേ വേക്കൻസി, കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് ഒന്ന് പോകാം. നമ്മൾ ആദ്യം തന്നെ എല്ലാ വിദ്യാർത്ഥികളും, ഈ സ്ട്രേ വേക്കൻസി പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഓപ്പൺ ചെയ്യേണ്ടത് ckerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഹോം പേജിൽ സ്ട്രേ വേക്കൻസി ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് എൻട്രി ചെയ്യുക. എൻട്രി ചെയ്തതിന് ശേഷം നമുക്കിതിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള, ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 10-ാം തീയതി 12:30 വരെ മാത്രമാണ്. നവംബർ 10 ഉച്ചയ്ക്ക് 12:30 വരെ. സാധാരണ നമുക്കറിയാം ഒരു ഡേറ്റ് വരെ എന്ന് പറഞ്ഞാൽ അന്ന് വൈകുന്നേരം വരെ സമയം ഉണ്ടാവും. പക്ഷേ ഈ സ്ട്രേ വേക്കൻസിക്കുള്ള ടൈം എന്ന് പറയുന്നത് 12:30 വരെ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ എത്രയും വേഗം ചോയ്സുകൾ ഫില്ല് ചെയ്യുക. ഇനി ചോയ്സുകൾ ഫില്ല് ചെയ്യാൻ ഈ 13 കോഴ്സുകളിലേക്കുള്ള ഫൈനൽ അലോട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള സ്ട്രേ വേക്കൻസിയാണ് നടക്കുന്നത്. അപ്പൊ ഈ സ്ട്രേ വേക്കൻസിയിലേക്ക് നമുക്ക് ഏറ്റവും പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. അപ്പൊ ഇതുവരെയുള്ള അലോട്ട്മെന്റിൽ നാം രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും ഒക്കെ പങ്കെടുത്തു, എനിക്ക് ഒരു അലോട്ട്മെന്റും ലഭിച്ചില്ല എങ്കിൽ ഞാൻ വീണ്ടും രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണോ? തീർച്ചയായും അടയ്ക്കണം. നമുക്ക് ഒരു ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളോ OBC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളോ ഒക്കെ ആവട്ടെ 5,000 rupees ആണ് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടത്. കാരണം ഒരു വിദ്യാർത്ഥി ഈ ഫൈനൽ അലോട്ട്മെന്റിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഈ ചോയ്സ് ഫില്ലിങ്ങും രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങും മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 5,000 rupeesന്റെ രജിസ്ട്രേഷൻ ഫീസ് ചാർജ് ചെയ്തിരിക്കുന്നത്. അത് OEC കമ്മ്യൂണിറ്റിയുള്ള വിദ്യാർത്ഥികളേക്ക്, OEC റിസർവേഷനുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിൽ 500 rupees ആണ് രജിസ്ട്രേഷൻ ഫീസ് വരിക. ഇങ്ങനെ രജിസ്ട്രേഷൻ ഫീസ് നമ്മൾ അടച്ചതിന് ശേഷം സീറ്റ് മെട്രിക്സ് നോക്കുക. ഈ ആയുഷിന്റെ ഇതുള്ള കോഴ്സുകളിൽ, ഹോമിയോ, ആയുർവേദം മുതലുള്ള മുഴുവൻ കോഴ്സുകളിലും ഈ സീറ്റ് മെട്രിക്സിൽ ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ കോഴ്സിനാണ് ഒഴിവുകൾ ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നാം ചോയ്സുകൾ ഫില്ല് ചെയ്യാൻ. ഇവിടെ ഏറ്റവും പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കുക, ഒരു അലൈഡ് കോഴ്സുകളുടെ 3 അലോട്ട്മെന്റും കഴിഞ്ഞതിന് ശേഷമുള്ള ഫൈനൽ അലോട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള സ്ട്രേ വേക്കൻസി ആണ്. ഇവിടെ ശ്രദ്ധയോടുകൂടി വേണം ഒരു വിദ്യാർത്ഥി ചോയ്സുകൾ ഫില്ല് ചെയ്യാൻ. നമുക്കറിയാം, ഈ സ്ട്രേ വേക്കൻസിയിൽ ഒരു അലോട്ട്മെന്റ് ലഭിച്ചാൽ പിന്നെ നമുക്ക് കോളേജുകളിൽ ജോയിൻ ചെയ്യാതിരിക്കാൻ സാധിക്കത്തില്ല. പിന്നീട് ഒരു ചേഞ്ച് ലഭിക്കത്തില്ല. നമ്മുടെ ഡേറ്റാ കാർഡ് പ്രിന്റ് എടുത്തതിന് ശേഷം ആ കോളേജിൽ നമുക്ക് ഇതുവരെ അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മുഴുവൻ ഡോക്യുമെന്റ്സുകളും ഡേറ്റാ കാർഡും ID പ്രൂഫും എല്ലാമായി നാം കോളേജുകളിൽ പോയി ജോയിൻ ചെയ്യണം. ഇതിനു മുമ്പ് ഒരു അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് TC വാങ്ങിയത് കയ്യിലുള്ളതാണെങ്കിൽ നമുക്ക് ഇപ്പോ ഈ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുത്തതിന് ശേഷം നമുക്കൊരു അഡ്മിഷന് വേണ്ടി മൂവ് ചെയ്യാം. ഇപ്പോൾ ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ സാധിക്കത്തില്ല. അപ്പൊ ഇവിടെ സ്ട്രേ വേക്കൻസിക്ക് ആദ്യത്തെ ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ തേർഡ് റൗണ്ടിലോ ഫീസ് അടച്ചു ഒരു കോളേജിൽ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഇപ്പൊ ഈ സ്ട്രേ വേക്കൻസിക്കായിട്ട് അഡീഷണൽ 5,000 അടയ്ക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒക്കെ ഈ ഒരു അഡ്മിഷൻ ലഭിക്കാത്ത പക്ഷം ഈ എമൗണ്ട് നമുക്ക് തിരിച്ചു ലഭിക്കും. ഇനി ഒരു അഡ്മിഷൻ ലഭിച്ചാൽ നമുക്ക് ഈ ഫീസ് നമ്മുടെ ട്യൂഷൻ ഫീസിലേക്ക് ലെസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും ഈ ഡേറ്റ് പ്രത്യേകം നോട്ട് ചെയ്തിരിക്കുക. നമുക്കറിയാം, ഓൾ ഇന്ത്യയുടെ MBBSന്റെയും BDSന്റെയും അഡ്മിഷന് വേണ്ടിയിട്ടുള്ള സ്ട്രേ വേക്കൻസി നടന്നുകൊണ്ടിരിക്കുകയാണ്. നവംബർ 9-ാം തീയതി വരെയാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ്. ഇപ്പൊ ഇവിടെ അനൗൺസ് ചെയ്തിരിക്കുന്നത് കേരളത്തിന്റെ അലൈഡ് കോഴ്സുകളുടെ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള സ്ട്രേ വേക്കൻസിയാണ്. അപ്പൊ ഇതൊക്കെ ഒരേ സമയത്ത് നടക്കുമ്പോൾ നമ്മൾ ഒരു കൺഫ്യൂഷൻ വരാതെ കൃത്യമായ ഡേറ്റുകൾ നോട്ട് ചെയ്തുകൊണ്ട് അലോട്ട്മെന്റ് പ്രോസസ്സിംഗ് പങ്കെടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ വന്നാൽ ആൽഫയിലേക്ക് വിളിക്കാം. ഇതിനോടൊപ്പം ഈ MBBSന്റെയും BDSന്റെയും ഓൾ ഇന്ത്യയുടെ അലോട്ട്മെന്റ് ആവട്ടെ, കേരളത്തിന്റെ അലോട്ട്മെന്റ് ആവട്ടെ, അലൈഡ് കോഴ്സുകളുടെ അലോട്ട്മെന്റ് ആവട്ടെ, ഇതൊക്കെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ എല്ലാ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും പറയാനുള്ളത്, നമ്മൾ ആഗ്രഹിച്ച, നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മൾ ഫോക്കസ് ചെയ്തിരുന്ന ആ കോഴ്സോ ക്യാമ്പസോ ലഭിച്ചില്ലെങ്കിൽ
ഇതിലോർത്ത് നിരാശപ്പെടുകയല്ല വേണ്ടത്. നമുക്കറിയാം, ഒരു MBBS-ഓ BDS-ഓ അല്ലെങ്കിൽ ആയുർവേദത്തിനോ ഒരു അഡ്മിഷൻ കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതം നാം മോശപ്പെട്ടവരല്ല, നമ്മൾ പഠിക്കാൻ അറിയില്ലാത്തവരല്ല. പക്ഷേ നമ്മുടെ കഴിവുകളെ വളർത്തിയെടുക്കാൻ, ഏറ്റവും മികച്ച നേടിയെടുക്കാൻ, ഏറ്റവും മികച്ച വിജയം നേടിയെടുക്കാൻ നമുക്ക് വേണ്ടത് ഒരു പേഴ്സണൽ അറ്റൻഷനോടെയുള്ള ഒരു പഠനമാണ്. അത് ലഭിക്കാതെ പോയത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ സീറ്റ് ലഭിക്കാഞ്ഞത്. 2026 നമ്മുടേതാക്കി മാറ്റാൻ, വിജയം നമ്മുടെ കൈപിടിയിലേക്ക് ഒതുക്കാൻ ആൽഫ അക്കാഡമിയുടെ ഫൈനൽ സ്പ്രിന്റ് റിപ്പീറ്റർ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിലേക്ക് അഡ്മിഷൻ എടുക്കാം, സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാം, ഏറ്റവും മികച്ച അധ്യാപകരോടൊപ്പം താമസിച്ച് പഠിക്കാം. നിങ്ങൾക്ക് ലഭിക്കുന്ന ആ കെയറിങ്ങിലൂടെ 26-ലെ എൻട്രൻസ് എക്സാമിനേഷൻ, അത് നീറ്റ് എക്സാമിനേഷനോ JEE എക്സാമിനേഷനോ കീം എക്സാമിനേഷൻ വഴിയുള്ള അലോട്ട്മെന്റ് പ്രോസസ്സിംഗ് ഏതുമാവട്ടെ, ഒരു സീറ്റ് ഏറ്റവും മികച്ച ക്യാമ്പസിൽ നിങ്ങളുടേതാക്കി മാറ്റാൻ ഞങ്ങൾ ആൽഫയിലെ മികച്ച അധ്യാപകർ നിങ്ങളോടൊപ്പം കൂടെയുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾക്കും മികച്ച രീതിയിൽ പഠിക്കാനും വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഓൾ ദ ബെസ്റ്റ്.